ഹായ് ഗൈസ്, നമ്മളെ പുതിയൊരു സ്വാഗതം. ഗൈസ്, നമ്മൾ കളിക്കുന്നത് ഇന്ത്യൻ ബൈക്ക് 3D. ഓക്കെ ഗൈസ്, ഇത് പോലീസ് ഡ്യൂട്ടി പാർട്ട് 4 ആണ് കേട്ടോ. പാർട്ട് 4 ആണ് ഞാൻ തോന്നുന്നു. അതെ, നമുക്കിനി വേഗം പോലീസ് സ്റ്റേഷൻ ചെല്ലാം. ഇപ്പം ടൈം 8:30 ഗൈസ്. അപ്പം നമുക്ക് വേഗം ചെല്ലാം, പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാം ഗൈസ്. നമ്മൾ ഡിഫൻഡർ ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് ഈ പ്രാവശ്യം പോലീസ് സ്റ്റേഷനിലേക്ക് മറ്റേ വണ്ടി കയറി പോവാ ഗൈസ്. ഏതായിരുന്നു ആ പോലീസ് വണ്ടി ഇല്ല, അതിൽ പോവാ. തട്ടല്ലേ. ഓക്കെ, അടിയാട്ട് ഏതാണ് പാട്. ഇതിലെ കൂടെ എടുക്കണ്ടായിരുന്നു. നമ്മളെ ഫോർച്യൂണർ ഇറക്കുന്നുണ്ട്, അതാണ്. നമുക്ക് ഇതിലെ കൂടെ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ തന്നെ ഉണ്ട്. ആർക്കും പോയിട്ടില്ല, ആരും അടിച്ചു പൊളിച്ചിട്ടൊന്നുമില്ല, ഭാഗ്യം. പാർട്ട് 4 പെട്ടെന്നാണ് പോകുന്നത്. അപ്പം നമുക്കിനി ബസ് ഓടിക്കാനൊന്നും വന്നിട്ടില്ല. വെക്കേഷനൊക്കെ കഴിയാറായി. എന്താണാവോ, എന്തായാലും ഇനി ബസ്സിൻ്റെ ഒരു നിർത്തണം. അങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തിയൊക്കെയാണ്. സോറി ദയാവും വന്ന് നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിടാം. നമുക്ക് വണ്ടി ഉള്ളിൽ കയറ്റിയിട്ടാലോ. കേറോ എടോ, എന്താണോ വണ്ടി ഉള്ളിൽ കയറ്റണോ? ആ സാറേ, ഞാൻ ഇവിടെ കൊണ്ട് കയറ്റിയിട്ടോളാം. സൂക്ഷിച്ചു വെച്ചിട്ടോ. അതൊക്കെ ചെയ്തോളാം. അവിടെ സൈഡൊക്കെ തൊട്ടു. വേണ്ട, വണ്ടി എന്തെങ്കിലും പറ്റും വണ്ടിക്ക്? ഇല്ല സാറേ, അമ്മ കയറ്റിക്കോളാം. കയറൂല. ഡിഫൻഡർ അങ്ങനല്ല, കയറേണ്ടതാണ്. ഡിഫൻഡർ എങ്ങനെയും കയറ്റാൻ നോക്കാം ഗൈസ്. അയ്യോ, ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ അങ്ങോട്ട് കയറ്റുക വണ്ടി. കയറൂര് വളക്കാനൊക്കെ പാടായിരിക്കും. നമുക്കത് ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിടാം. ആ കാർ അവിടെ നമ്മളെടുക്കാൻ വന്നേ സ്റ്റെപ്പിൻ്റെ അടി. നമുക്ക് ചെല്ലാം അങ്ങോട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ പോലീസ് കാറിൻ്റെ അടുത്ത് വന്നേക്കാണ്. ടൈം 9 മണിക്ക് ഞാൻ പറഞ്ഞ. അതായത് നമ്മൾ ഇപ്പോൾ 9 മണി ആയിട്ടുണ്ട്. അവിടെ കുറേ നേരം ഇരുന്ന്. നമുക്കെന്നാൽ ഇവിടെ ഒന്ന് ഫസ്റ്റ് ഡ്യൂട്ടി അങ്ങോട്ട് തുടങ്ങാം. ഇപ്പോൾ നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടു. ഫസ്റ്റ് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടാ ഫസ്റ്റ്. അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടാ, അല്ലെങ്കിൽ നമ്മളെ വണ്ടി ഇങ്ങനെ വട്ടം ഇങ്ങനെ വെക്കാം. പോലീസുകാരൊക്കെ എങ്ങനെയല്ലേ വെക്കാറ്? ഇങ്ങനെ ആക്കി വെക്കാം. കാറിനുണ്ട്, അവനെന്തായാലും പിടിക്കണം ഗൈസ്. നമുക്ക് വണ്ടിയുമ്പോൾ നടങ്ങാം. ദൈവം ഗൈസ്, അവനും കൂടെ വരുന്നുണ്ട്. നമുക്കെന്നാൽ അവനെ പിടിയാ. കയ്യിൽ സ്നൈപ്പർ എടുത്ത് നോക്കാം. അയ്യോ, ഇത് സ്നൈപ്പറൊക്കെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അയ്യോ, വേഗം പാടാ, വേഗം പാ. നമുക്ക് അവനെ സൂം ചെയ്ത് വെക്കാം. ഇവിടെ വന്നേ. ദേ പോണു പോലെ. എന്നെ അടിച്ചതിന് 1000 രൂപ ഫൈന്. ബമ്പർ മാറ്റിയിട്ടുണ്ട് 2000. വീട്ടുവെച്ചിട്ടുണ്ട് 3000. മറ്റേതില്ല, വൈപ്പറില്ല 4000. മറ്റേ സ്പോയിലർ മാറ്റിയിട്ടുണ്ട് 5000. ബാക്ക് നോക്കട്ടെ, അലോയിൽസ് മാറ്റിയിട്ടുണ്ട് 6000. 5000 അല്ലേ? 6000. ബാക്കിലത്തെ ലൈറ്റ് വെച്ചിട്ടുണ്ട് 7000 തോന്നുന്നു. അപ്പം എല്ലാവരും കൂടെ 7000 എടുത്തോ, അല്ലെങ്കിൽ ഇത് വേണോ? അയ്യോ സാറേ, ഇത് കൊള്ളാനൊന്നും എനിക്ക് വയ്യ. അയ്യോ, നമുക്കൊന്നും വെക്കല്ലേ. വെക്കൂല. പൈസ എങ്ങനെയാണ്? പോലീസ് സ്റ്റേഷൻ ആണോ, അല്ലെങ്കിൽ ഗൂഗിൾ പേ ആണോ? ഗൂഗിൾ പേ ചെയ്തോളാം സാറേ. എന്താ ചെയ്യാൻ? നമ്പർ പറഞ്ഞുതരാം. 98. ഓക്കെ, കോഡിന് എടുത്തിട്ടുണ്ട്. എടുത്തു. അല്ലെങ്കിൽ തൻ്റെ വണ്ടി ഒന്ന് പരിശോധിക്കണമല്ലോ. അയ്യോ, എന്തിനാ സാറേ പരിശോധിക്കണ? ഒന്നുമില്ല. എന്തിനാ ബുക്കും പേപ്പറൊക്കെ എടുത്ത് തൻ്റെ പിന്നെ ആധാർ കാർഡൊക്കെ എടുത്ത് ചെക്ക് ചെയ്യണം. ഒരു ഫ്രോഡാണ്. പൊട്ടിച്ചോളാം കണ്ട. ഇതേപോലെ അങ്ങോട്ട് പൊട്ടിച്ചോളാം. കൊടുക്കാം. പക്ഷേ
ഈ ക്ലാസ് ഭയങ്കര പവറാണ്. ചില്ലോട്ടേജുണ്ട്, ഇതൊക്കെ മതി. അടുത്ത ആളേന്ന് ഫൈൻ ഞാൻ പേജിലോട്ട് പൊട്ടിക്കും. അയ്യോ സാറേ വേണ്ട സാറേ, വേണ്ട മോഷ്ടിച്ചെടുത്തണ ഗൈസ്. അടുത്ത ആളേന്നെങ്കിൽ മേടിച്ചെടുക്കാം. ഇവന് നല്ല പണിയുന്നുണ്ടല്ലോ. 1000, 2000, 3000, 4000, 5000, 6000, 7000. മൊത്തം 7000 രൂപ ഫൈൻ എടുത്തോ. എന്തിനൊക്കെയാണ് സാറേ? തൻ്റെ വണ്ടിയുമൊക്കെ എന്തോരം പണി വെച്ചോ. 1000 രൂപ ബമ്പർ മാറ്റിയതിന്, 2000 രൂപ ഹെഡ്ലൈറ്റ് മാറ്റിയതിന്, 3000 രൂപ അലോയിൽസ് മാറ്റിയതിന്, 4000 രൂപ മറ്റേ ഇതിന് വൈപ്പറിന്, 5000 രൂപ ഇതിന് സ്പോയിലർ, 6000 രൂപ ഈ ടൈൽ ലാമ്പിന്, 7000 രൂപ എക്സോസ്റ്റിന്. അങ്ങനെ അപ്പോൾ വേഗം തന്നോ. 7000 രൂപ എങ്ങനെയാണ്? ഗൂഗിൾ പേ ആണോ അല്ലെങ്കിൽ രജിസ്ട്രേഷനാണോ? ഗൂഗിൾ പേ ചെയ്തോ. നമ്പർ ഓർമ്മയില്ല. ഓക്കെ നമ്പർ ഓർമ്മത്തേക്കാണ് അങ്ങോട്ട് കളയാൻ പോണേ. അയ്യോ അവൻ ചത്ത. രണ്ടാമത്തെ ആവട്ടെ, നന്നായി. അയ്യോ ഒരാൾ കൊല്ലാൻ നോക്കിയിരുന്നു. ഇവിടെ നിന്ന് മാറിക്കാം. നമുക്ക് ഈ പ്രാവശ്യം ബീച്ചിക്കൊന്ന് പോവാം. അയാളെ രക്ഷപ്പെടാം. നമുക്ക് വേറെ ബീച്ചിൽ പോവാം. ബീച്ചിൽ അല്ലെങ്കിൽ നമുക്കിങ്ങനെ വണ്ടി ഓടിച്ചിടക്കാം. ആരെങ്കിലും ഇതേപോലെ അങ്ങോട്ട് വന്നാൽ വണ്ടി അങ്ങോട്ട് വട്ടം വെക്കാം. എന്നിട്ട് അവരെ അങ്ങോട്ട് ചോദിക്കാം. 1000, 2000, 3000, പിന്നെ നിർത്തണോ? 4000. ഫോൺ അടിച്ചതിന് 5000, സ്പോയിലർ മാറ്റിയുണ്ട് 6000, 7000, 8000. അപ്പം മൊത്തം ഒരു 9000 രൂപ അടച്ചോട്ടാ. പിന്നെ ഉള്ളിൽ വല്ല പണി ചെയ്തിട്ടുണ്ടാ? ഉള്ളിൽ വലിയ പണി ചെയ്തിട്ടില്ല. 9000 രൂപ ഫൈന്. അയ്യോ സോറി. ഞാനൊന്ന് അതിൻ്റെ ഉള്ളിൽ നോക്കട്ടെ. ഓക്കെ ഇതൊക്കെ മതി. ഓക്കെ ഉള്ളിൽ നോക്കിയിട്ടുണ്ട്. താൻ പൊക്കോ വേഗം. അടുത്ത ആളെ നമുക്ക് പിടിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അയാളെ നിന്ന് മേടിച്ചേക്കാണ്. അടുത്ത ആളെ നോക്കാം. നമുക്കിതാ ലംബോർഗിനി കാരനെ മേടിക്കാം ഗൈസ്. അവൻ നമുക്ക് ഓവർ സ്പീഡിലൊക്കെ പോകും. നമുക്ക് അവൻ്റെ എന്തായാലും മേടിക്കണം. മാറക്ക് പെണ്ണു മുള്ളേ, അല്ലെങ്കിൽ ചോദിച്ചു മേടിക്കും. നിർത്തിക്കോ. 1000 രൂപ ഫൈന്. എന്തുവാണ്ടേ? നിർത്തിക്കോ. അവിടെ നിർത്തിക്കോ മോനെ, അല്ലെങ്കിൽ ശരിയാവൂല. അവിടെ നിർത്തിക്കോ. അവൻ ഭയങ്കര സ്പീഡിലാണ് കൈസ് പോണം. എന്നാൽ നമുക്ക് സ്പീഡിൽ പോയി അവൻ്റെ അത് മേടിച്ചെടുക്കാം. അവൻ കള്ളനാണ്. ഗൈസ് അവൻ ഭയങ്കര പ്രൊഫഷണൽ കള്ളനാണെന്ന് തോന്നുന്നു. അയ്യോ വണ്ടി ഒന്ന് നൈസായി കുടുങ്ങി. എന്തായാലും നന്നായി. ഓക്കെ വണ്ടി അങ്ങോട്ട് മേടിച്ചേക്കണ്ട. പൊട്ടിച്ചളയേസ്. എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെയൊക്കെ കളിച്ചാൽ ഞാൻ പൊട്ടിച്ചളയും. അയ്യോ വണ്ടി എങ്ങനെ എടുക്കാൻ നോക്കട്ടെ അടുത്ത്. ഓക്കെ ആ വണ്ടി നമുക്ക് പൊട്ടിച്ചളയേസ്. അവൻ വീണ്ടും വണ്ടി എടുത്തോണ്ട് പോണ ഗൈസ്. അവൻ വളക്കണ്. ശരി അവിടെ നിർത്തിക്കോ മോനെ, വണ്ടി നിർത്ത്. പോലീസാണ് പോലീസ്. ആർക്കെന്താണ് മോനെ? അവനക്കൊരു ഇതുമില്ല. എന്നാൽ അവൻ്റെ നല്ലോണം ഫൈൻ പിടിക്കാം. ഇയാളെ ഇപ്പം തന്നെ 10000 രൂപ മേടിക്കും. അവിടെ 10000 രൂപ വേണ്ട. എൻ്റെ വണ്ടി അങ്ങോട്ട് കത്തിച്ചളയണ്ടേ. ഓക്കെ നമുക്കല്ലെങ്കിൽ ഈ AK-47 എടുത്ത് ഇയാളെ വണ്ടി ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക. ജീവമനെ മറ്റേ ആളും മാറിട്ടോ. നമ്മളെ വണ്ടി മാറ്റിയിടാ. എങ്കിലേ കത്തിപ്പോ. ഇല്ല കത്തിയില്ല. അവൻ്റെ വണ്ടിയെ പൊട്ടിത്തറച്ചേ. ഓക്കെ പിന്നെ നമുക്ക് പോവാം. അവൻ്റെ ഒന്നും മേടിക്കണ്ട. അപ്പം നല്ല ഭയങ്കര മോഡിഫൈ ചെയ്തെടുക്കണം. മാറുന്നു. അയ്യോ ഞാൻ എൻ്റെ കുറ്റമുള്ള സോറി. പോലീസായിട്ട് ഞാൻ ആൾക്കാരെ കൊല്ലണം. അതൊന്നും കുഴപ്പമില്ല. അപ്പം ഇവൻ്റെ കൂടെ മേടിച്ചിട്ട് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോവാം. മച്ചാനെ 1000 രൂപ ഫൈന്. ഓക്കെ 1000 ഫൈന് തന്നിട്ടുണ്ട്. എനിക്കിതേപോലത്തെ ആൾക്കാരെ വേണ്ടേ. പണിയായി. ഇല്ല ഭാഗ്യം.
എന്നാൽ ഇതിലെ കൂടെ ഷോർട്ട് കട്ട് എടുത്ത് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി. എന്തായാലും വൈകുന്നേരമായി. എന്നാൽ നിർത്താം. നമുക്ക് ഇതിലെ കൂടെ അങ്ങോട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോവാം. ഇതിലെ കൂടെ ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തും. പറന്നൊക്കെ പോണ വണ്ടി. നമുക്കെന്നാൽ വേഗം പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ട് വിടാം. ഓക്കെ, ഇപ്പം എത്തും. ഇത് കുറച്ചുകൂടെ ഉള്ളേ. അയ്യോ കണ്ടുപോയിട്ടുള്ളേ പോലീസുകാർക്ക്. അയ്യോ അതേ പറന്നോണ്. നന്നായി. അയ്യോ നിക്ക്. ഹായ്. നമുക്കെന്നാൽ ഈ വണ്ടി അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് വെച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഗുഡ് ബൈ.